അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 96-ാമത്തെ പേജിലെ മസിൽ ഫെറ്റീഗ് അല്ലെങ്കിൽ പേശിക്ലമം എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിലാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. ഹൗ ATP ഈസ് ഫോംഡ് ഇൻ മസിൽസ്, എങ്ങനെയാണ് ATP മസിലുകളിൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ATP ഈസ് ഫോംഡ് ഇൻ മസിൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഡ്യൂ ടു സെല്ലുലർ റെസിപ്പിറേഷൻ. അതായത് സെല്ലുലർ റെസിപ്പിറേഷൻ്റെ പ്രവർത്തന ഫലമായിട്ട് ATP മസിലുകളിൽ ആണ് രൂപപ്പെടുന്നത്. ഓക്കെ, സെല്ലുലർ റെസിപ്പിറേഷൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകൾ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ATP ഈസ് ഫോംഡ്, ATP രൂപപ്പെടുന്നു ഇൻ മസിൽസ്, മസിലുകളിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ, ഡ്യൂ ടു സെല്ലുലർ റെസിപ്പിറേഷൻ്റെ ഫലമായിട്ട്. ഓക്കെ, ഇനി 61-ാമത്തെ ചോദ്യം. വേർ ഡു മസിൽസ് ഗെറ്റ് എനർജി ടു ഫങ്ഷൻ, എവിടെ നിന്നാണ് മസിലുകൾക്ക് ഊർജം ലഭിക്കുന്നത്, അവ പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള. മസിൽസ് ഗെറ്റ് എനർജി ടു ഫങ്ഷൻ ഫ്രം ATP മോളിക്യൂൾസ്, അതായത് മസിലുകൾക്ക് ഊർജം ലഭിക്കുന്നത് ATP മോളിക്യൂൾസിൽ നിന്നാണ്. അതായത് മസിൽസ് ഗെറ്റ് എനർജി, മസിൽസുകൾക്ക് എനർജി കിട്ടുന്നു, ടു ഫങ്ഷൻ പ്രവർത്തിക്കുവാൻ, ഫ്രം ATP മോളിക്യൂൾസ്, ATP മോളിക്യൂളുകളിൽ നിന്ന്. ഇനി 61-ാമത്തെ ചോദ്യം തന്നെ തന്നിരിക്കുകയാണ്. വാട്ട് ഈസ് കോൾഡ് മസിൽ ഫെറ്റീഗ്, അതാണ് നമ്മളിവിടെ കാണുന്ന ആ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത് 96-ാമത്തെ പേജിൽ. വാട്ട് ഈസ് കോൾഡ് മസിൽ ഫെറ്റീഗ് അല്ലെങ്കിൽ പേശിക്ലമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ മസിൽ ഫെറ്റീഗ്, എന്തായിരിക്കാം മസിൽ ഫെറ്റീഗിൻ്റെ കാരണം? ഈ രണ്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അവയുടെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം. വെൻ സ്കെൽറ്റൽ മസിൽസ് ഫങ്ഷൻ കണ്ടിന്യൂസ്ലി, അതായത് നമ്മൾ ഓർക്കുക, നമ്മളുടെ സ്കെൽറ്റൻ മസിലുകൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, എപ്പോഴാണ് നമ്മളുടെ പേശികൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ്? കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് എക്സസൈസ്, അതായത് ഉദാഹരണമായിട്ട് പറയാം, എക്സസൈസിൻ്റെ സമയത്ത് നമ്മളുടെ പേശി കലകൾ എന്ത് ചെയ്യുന്നു? തുടർച്ചയായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ഇറ്റ് റിക്വയർഡ് ടു ഗെറ്റ് റിക്വയർഡ് എനർജി, ഇറ്റ് നീഡ്സ് ടു ഗെറ്റ് റിക്വയർഡ് എനർജി, അതായത് ഇതിന് അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടണം, അതായത് എനർജി കിട്ടണം. എനർജി കിട്ടണമെങ്കിൽ ഓക്സിജൻ ലഭിക്കണം. ഇറ്റ് റിക്വയർസ് ടു ഗെറ്റ് ഓക്സിജൻ, ഇതിന് ഓക്സിജൻ വേണം. ഇഫ് ദ മസിൽസ് ഡോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ, എന്തെങ്കിലും കാരണം വെച്ചാൽ മസിലുകൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ, മസിൽസ് ബിക്കം വീക്ക്, മസിലുകൾ എന്തായിത്തീരും? അവ ശക്തി ക്ഷയിക്കും. ആൻഡ് ദേ മേ ടെമ്പററി ലൂസ് ദ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അവയ്ക്ക് എന്ത് സംഭവിക്കും? ടെമ്പററി, അതായത് അവ എന്താ പറയുന്നത്, താൽക്കാലികമായിട്ട് അവയ്ക്ക് സങ്കോചിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ മസിലുകൾ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ മസിലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കണം. അങ്ങനെ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ മസിലുകൾ താൽക്കാലികമായിട്ട് അവയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു കപ്പാസിറ്റി, സങ്കോചിക്കുവാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. ടെമ്പററി ലൂസ്, താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മസിൽ ഫെറ്റീഗ്. ഈ അവസ്ഥയ്ക്കാണ് പറയുന്നത് എന്ത്? മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു. വാട്ട് ഈസ് കോൾഡ് മസിൽ ഫെറ്റീഗ്, വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ മസിൽ ഫെറ്റീഗ്. അതായത് വെൻ സ്കെൽറ്റൻ മസിൽസ് ഫങ്ഷൻസ് കണ്ടിന്യൂസ്ലി, അതായത് നിങ്ങൾ ഓർക്കുക, സ്കെൽറ്റൻ മസിലുകൾ എന്താണ്? തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, ഏതാണ്? പേശികൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് കായികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എക്സസൈസ്. ഇറ്റ് നീഡ്സ് ടു ഗെറ്റ് ഓക്സിജൻ, ഇതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടണം. ഇഫ് ദ മസിൽസ് ഡോണ്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ, ഈ മസിലുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ മസിൽസ് ബിക്കം വീക്ക്, മസിലുകൾ വളരെ വീക്കായിത്തീരും. ആൻഡ് ദേ മേ ടെമ്പററി ലൂസ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അവ ചെറിയ ഒരു കാലയളവിലേക്ക് അവയ്ക്ക് ആ സങ്കോചിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മസിൽ ഫെറ്റീഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. ഇനി 62-ാമത്തെ ചോദ്യം. മൂവ്മെൻറ്റ് പോസിബിൾ സോൺലി ബൈ ദ ആക്ഷൻ ഓഫ് ദ മസിൽ, അതായത് മസിലുകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണോ എന്ത് ചലനം സാധ്യമാകുന്നത്? അതായത് മസിലുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണോ ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് ചലനം സാധ്യമാകുന്നത്? ഉത്തരം നോ എന്നുള്ളതാണ്. അല്ല, മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഒരു ജീവിക്ക് ചലനം സാധ്യമാകാറുണ്ട്. ഇനി 63ലേക്ക് വരിക. ഇൻ ഹ്യൂമൻ ബീയിങ്സ് മസിൽസ് ആർ കണക്റ്റഡ് എയ്തർ ടു ബോൺസ് ഓർ ടു കാറ്റലേജസ്.
ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യനിൽ എവിടേക്കാണ് ഈ മനുഷ്യനിൽ മസിലുകൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എവിടേക്കൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യനിൽ മസിലുകൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ ബോണിലേക്കായിരിക്കാം അല്ലെങ്കിൽ കാർട്ടിലേജിലേക്കായിരിക്കാം. ഓക്കെ, ഇനി 64ാമത്തെ ചോദ്യം. ഹൗ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് പോസിബിൾ ഇൻ ഹ്യൂമൻസ്? എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ ചലന രീതികൾ മനുഷ്യനിൽ സാധ്യമാകുന്നത്? ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദ കൊമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്. അതായത് മനുഷ്യന് വിവിധ തരങ്ങളിലുള്ള വ്യത്യസ്ത തരങ്ങളിലുള്ള ചലനം സാധ്യമാകുന്നത് ഡ്യൂ ടു ദ കൊമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ്, അതായത് മസിലുകളുടെയും ബോണുകളുടെയും അസ്ഥികളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഹൗ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ് പോസിബിൾ ഇൻ ഹ്യൂമൻസ്? എന്തുകൊണ്ടാണ് മനുഷ്യരിൽ വ്യത്യസ്തമായ ചലനങ്ങൾ സാധ്യമാകുന്നത്? ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദ കൊമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്. അതായത് ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് സാധ്യമാകുന്നത് മസിലുകളുടെയും അസ്ഥികളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യനിൽ എന്ത് സംഭവിക്കുന്നത്? ഡൈവേഴ്സിറ്റി ഓഫ് ആക്ഷൻ പോസിബിൾ ആയി തീരുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ഒരു ചോദ്യത്തിലേക്കാണ്. ചോദ്യം ഇതാണ്. ചോദ്യം ഏതാണ്? 65ാമത്തായിട്ട് തന്നിരിക്കുകയാണ്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം? എന്തെല്ലാം ആണ് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യ സ്കെൽറ്റൻ്റെ ആ ഭാഗങ്ങൾ ആയിട്ടുള്ളത് ഏതെല്ലാം ആണ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ മസ്കുലോ സ്കെൽറ്റൻ സിസ്റ്റം? അപ്പോൾ ഒരു മനുഷ്യൻ്റെ മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ പാർട്ടുകൾ ഏതെല്ലാം ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചോദിക്കപ്പെട്ടിരിക്കുന്നത്. ഇലിസ്ട്രേഷൻ 4.7 ഏകദേശം നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ദ പാർട്സ് മേക്കപ്പ് ദ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം ആർ, അതായത് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. 1 സ്കെൽറ്റൻ. സ്കെൽറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ദ ബോഡി, അതായത് അസ്ഥികൂടം. ഇതാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഫ്രെയിം വർക്ക്. ദ അഡൾട്ട് ഹ്യൂമൻ സ്കെൽറ്റൻ ഈസ് മേഡപ്പ് ഓഫ് 106 ബോൺസ്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ സ്കെൽറ്റൻ എത്രയാണ്? 206 അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം സ്കെൽറ്റൽ എന്താണെന്ന് മനസ്സിലായി. മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ ഒന്നാമത്തെ ഭാഗം സ്കെൽറ്റൽ ആണ്. രണ്ടാമത്തെ ഭാഗം ഏതാണ്? ജോയിൻസ് ആണ്. എന്താണ് ജോയിൻസ്? ആൻ ഏരിയ വെയർ 2 ബോൺസ് വർക്ക് ടുഗദർ, അതായത് ഒരു ഏരിയ എവിടെയാണോ 2 ബോണുകൾ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെയാണ് ജോയിൻ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളത് ഏതാണ്? കാർട്ടിലേജ്. എന്താണിത്? ഇറ്റ് ഈസ് എ കുഷ്യനിങ് ദാറ്റ് കവേഴ്സ് ദ എൻഡ്സ് ഓഫ് 2 ബോൺസ്. ഇതെന്താണ് ചെയ്യുന്നത്? ബോണുകളെ പരസ്പരം 2 ബോണുകളെ എന്താണ് ചെയ്യുന്നത്? കവർ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഭാഗമാണ്. ഇനി അടുത്തത് ഏതാണ്? ലിഗമെന്റ്സ്. ഇതെന്താണ്? എ ടഫ് ബാൻഡ് ഓഫ് ടിഷ്യൂ ദാറ്റ് ജോയിൻസ് ബോൺസ് ടു അതർ ബോൺസ് ഓർ സ്ട്രെങ്തൻ ദ ജോയിൻസ്. അതായത് ലിഗമെന്റ്സ് എന്താണ് ചെയ്യുന്നത്? 2 ബോണുകളെ തമ്മിൽ അത് എന്ത് ചെയ്യുകയാണ്? ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവയെ ബന്ധനം കൂടുതൽ സ്ട്രോങ് ആക്കി തീർക്കുന്നു. അടുത്തത് ഏതാണ്? മസിൽസ് ആണ്. ദർ ആർ മോർ ദാൻ 600 സ്കെൽറ്റൻ മസിൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ദേ ഹെൽപ്പ് ഇൻ ദ ബോഡി മൂവ്മെൻറ്റ്. അവ എന്താണ്? അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ 600ഓളം മസിലുകളുണ്ട്. ആ മസിലുകൾ ശരീരത്തിൻ്റെ ചലനത്തിനെ സഹായിക്കുന്നു. പിന്നെ ഏതാണ് അതിനകത്തുള്ളത്? ടെൻഡൻ. ടെൻഡൻ എന്താണ് ചെയ്യുന്നത്? ദീസ് ആർ മെയ്ഡ് ഓഫ് സ്ട്രോങ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് ദേ അറ്റാച്ച് മസിൽസ് ടു ദ ബോൺസ്. അവ എന്താ ചെയ്യുന്നത്? മസിലുകളെ എന്ത് ചെയ്യുന്നു? അവ മസിലുകളെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, വാട്ട് ആർ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സ്കെൽറ്റൻ? എന്തെല്ലാമാണ് ഹ്യൂമൻ സ്കെൽറ്റനിലെ ഭാഗങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The parts of human skeletons are axial skeleton and appendicular skeleton. അതായത് പാർട്സ് ഓഫ് സ്കെൽറ്റൻ ഏതെല്ലാമാണ്? ആക്സൽ സ്കെൽറ്റനും അപ്പൻഡിക്കുലർ സ്കെൽറ്റനുമാണ്. അപ്പോൾ ഹ്യൂമൻ സ്കെൽറ്റൻ ഹാസ് 2 പാർട്സ്. ഏതെല്ലാമാണ്? അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ ആൻഡ് ആക്സൽ സ്കെൽറ്റൻ. അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതാണ് പാർട്സ് ഓഫ് ഹ്യൂമൻ സ്കെൽറ്റൻ. ഓക്കെ.